ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയിച്ച് എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലെ ഞാൻ ഇൻട്രോയിൽ ഇങ്ങനെ വരാതെ രാവിലെ ആ ഇഡലിയൊക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെ കൂട്ടത്തിലങ്ങ് ഈ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോയി. അപ്പം റോസുവില്ല ഇന്ന് ഇൻട്രോ ഞങ്ങളുടെ സ്വന്തം വിജയിച്ച് പറയാൻ വന്നില്ലല്ലോ എന്ന്. അതുകൊണ്ട് ഇന്നങ്ങ് പറഞ്ഞേക്കാമെന്ന് വെച്ച് എന്നും ചിലർ ഈ മുഖം കണ്ടങ്ങ് ബോറടിക്കും. ഞാൻ പിന്നെ അതുകൊണ്ടാണ് ഞാൻ എന്നും വരാത്തത്, ഇടയ്ക്കിടയ്ക്ക് വരാമെന്ന് ചിന്തിച്ചു. പിന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ കാണുന്ന ഒരു കുട്ടിയാണ്, അവൾ എന്നോട് ചോദിക്കുവാനും ചേച്ചിയെ എങ്ങനെയൊക്കെയാണ് ചേച്ചി ഈ അച്ചാർ ബിസിനസ് നടത്തുന്നത്, എങ്ങനെയാ അതിനെ പറ്റിയൊക്കെ ഒന്ന് അറിയാനാ, കാരണം അവൾക്കും അതുപോലൊക്കെ ഒന്ന് ചെയ്യാനാണെന്ന്. അപ്പം ഞാനുള്ള കാര്യം പറഞ്ഞു, മോളെ അച്ചാർ ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പം അതും നാട്ടിലൊന്നുമല്ല എൻ്റെ കൂട്ടം. ഇപ്പം നാട്ടിലെങ്ങാണോ ആണ് നമ്മൾ ഒരു ബിസിനസ് നടത്തുന്നതെങ്കിൽ എങ്ങനെയാണേലും അതൊന്ന് പോകും. കാരണം ഇവിടൊക്കെ ഞാൻ താമസിക്കുന്നിടത്ത് മലയാളികൾ അധികം ഇല്ല. അപ്പോൾ ഈ മലയാളികളൊക്കെ അല്ലേ കൂടുതലും അച്ചാറൊക്കെ വാങ്ങിക്കുന്നത്. പിന്നെ യൂട്യൂബിൽ നിന്നൊക്കെ ആണെങ്കിൽ എന്നെ വിശ്വസിച്ച് ചിലരൊക്കെ വാങ്ങിക്കുന്നത്, ചില സ്ഥിരം കസ്റ്റമറുണ്ട്. പിന്നെ US ഉള്ള ഏതെങ്കിലും ആൾക്കാർ അവർ നാട്ടിൽ വരുമ്പോൾ നാട്ടിലോട്ട് വാങ്ങിച്ചിട്ട് പിന്നെ പോകുന്ന സമയത്ത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ വലിയതായിട്ടൊന്നും എനിക്കും അങ്ങനെ ഇല്ല. കാരണം ഈ നമ്മുടെ ഈ യൂട്യൂബിൽ നിന്നൊക്കെയുള്ള ആൾക്കാരുടെ ഇതേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ ഈ ഇവിടെ അങ്ങനെ എത്ര നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഇട്ടാലും നോൺ വെജ് ഉപയോഗിക്കാത്ത, കാരണം ഞങ്ങൾ ഈ താമസം കൂടുതൽ ഈ മാർവാടി, ഗുജറാത്തി അങ്ങനെ ചിലരുണ്ട്, അവരൊക്കെ ഈ നോൺ വെജ് തുടത്തുപോലുമില്ല. അപ്പം നമുക്കത് ഗ്രൂപ്പിൽ പോലും ഇടാൻ തന്നെ മോശം. ബീഫ് അച്ചാർന്ന് ഇടുന്നത് തന്നെ ചിലപ്പം റീച്ചാൻ പറയുമോ അങ്ങനെ ഇടല്ലേ, ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ലെന്ന്. അപ്പോൾ ഇവള് ഈ കൊച്ചനോട് ചോദിച്ച് ചേച്ചി വിശ്വസിച്ച് ചോദിക്കാൻ പറ്റുന്നത് ചേച്ചിയുടെ വീഡിയോ ഒക്കെ ഞാൻ കാണുന്നേ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുന്ന അച്ചാർ ബിസിനസ്സിനേക്കാൾ നല്ലത് ഈ ഇപ്പം എല്ലാവരും ചെയ്യുന്നതെന്ന് പറയുന്നത് വീട്ടിലിങ്ങനെ ഈ ഗ്രൂപ്പിലെങ്ങാണം ഇടും. ഇപ്പം നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഒരു 2 കിലോയുടെ എങ്ങാണം ഫ്രൈഡ് റൈസോ ബിരിയാണിയോ ഒക്കെ ഉണ്ടാക്കാൻ മനസ്സുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഗ്രൂപ്പിലൊക്കെ ഇടുവാണെങ്കിൽ പിന്നെ അതങ്ങ് നമുക്കൊരു വരുമാനം കിട്ടും. പക്ഷേ എനിക്ക് അതിനും കൂടെ മലയാളികളില്ല. എനിക്ക് ചെയ്യാൻ മനസ്സുണ്ട്, പക്ഷേ അതിന് ആൾക്കാരിങ്ങനെ ഇല്ല. നമ്മളിപ്പം ഗ്രൂപ്പിൽ ഈ വെജ് മാത്രം ഇട്ടാൽ പിന്നെ അതിനത്ര ഇത് ചെയ്യാൻ. അപ്പം ഞാനത് പറയുന്നത്, അവൾക്ക് ആ കൊച്ചിന് ആഗ്രഹമുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വീട്ടിൽ ഇരുന്ന്. അപ്പോൾ ഞാൻ അന്നേരം അതാ ചിന്തിക്കുന്നത്, നമ്മളാ കഴിയുന്നത് എന്തെങ്കിലുമൊക്കെ നമ്മൾ തന്നെത്താൻ ചെയ്ത് നമ്മുടെ കയ്യിൽ 5 പൈസ കിട്ടിയാൽ അത്രയും നല്ലതല്ലേ. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തവർക്കാണെങ്കിൽ അവരോടല്ല ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ 2 സൈഡ് മുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അന്നേരം ചിലർ ടൈം പാസ്സായിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ 5 പൈസ നമ്മുടെ കയ്യിലിരിക്കും. അപ്പോൾ അവളാണ് ചേച്ചി വിശ്വസിച്ച് ചോദിക്കാൻ ചേച്ചിയെടുത്ത് പറ്റുമല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണെന്നാണ്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം അവളും ആ കൊച്ചു ഇവിടെ ഗുജറാത്തിലോ ഓർമ്മയില്ലേ, ഓർമ്മയ്ക്ക് എനിക്ക് ഭയങ്കര കുറവ്. ഗുജറാത്താണോ ബാംഗ്ലൂരായിരുന്നു. അപ്പം എൻ്റെ ഒരു സബ്സ്ക്രൈബറുണ്ട്, എൻ്റെ ബെൻസിയുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നി. ഇതുപോലെ ഇപ്പോൾ ഒരു ഫുഡ് സർവീസ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് പറ്റുന്ന സമയത്ത്, ഇപ്പം നാളെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്ന് ഗ്രൂപ്പിലിടും. അപ്പോൾ ആൾക്കാർ ഓർഡർ തരും. അതനുസരിച്ച് ഒത്തിരി വലുതായിട്ടൊന്നുമല്ല, ആഴ്ച 2 or 3 കൊടുത്താലും നമുക്ക് കയ്യിൽ 10 പൈസ ഇരിക്കത്തില്ലേ, അങ്ങനെ ചെയ്യും. അപ്പോൾ ഞാനതാ പറയുന്നത്, കഴിവുള്ളവരൊക്കെ ആവുന്നത് പോലൊക്കെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ഇതാണ്. എന്തുണ്ടാവും, ഒരു ഉണ്ണിയപ്പം വിറ്റിട്ടാണെങ്കിലും ഇങ്ങനെ കൊടുക്കുവാണെങ്കിലൊക്കെ നാട്ടിൽ എത്ര പേരെ ഇങ്ങനെ. എനിക്ക് ഈ കുടയൊക്കെ വെച്ച് റോഡരികിലൊക്കെ ബിരിയാണി വിൽക്കുന്നേയും കുറേ പേരുണ്ട് അങ്ങനെ രക്ഷപ്പെട്ടവർ. ഓക്കെ, വീഡിയോയുടെ കാര്യം പറഞ്ഞില്ലല്ലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൺഡേയിലത്തെ വീഡിയോയോ, സൺഡേ പോയതും പിന്നെ വന്ന വഴിക്ക് വാങ്ങിച്ച സാധനങ്ങളും ജ്യൂസ് കട കയറിയതും, പിന്നെന്താ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് അരച്ചൊരപ്പമൊക്കെ ഉണ്ടാക്കിയതും ഒരു തട്ടിക്കൂട്ട്
കറിയും. അതാ വീഡിയോ കേട്ടോ. ചച്ചിപ്പാൻ ഒരുങ്ങി. എന്തോ വായിൽ കപ്സിൽ കപ്സിൽ അലക്സിൻ്റെ ടാബ്ലറ്റ്. ഞങ്ങൾ പ്രെയർ കഴിഞ്ഞ് വന്ന വഴിക്ക് ഉച്ചയൊക്കെ ആയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഫ്രൂട്ട്സ് വല്ലതും വണ്ടിക്കടയിലുണ്ടോ എന്ന് നോക്കി പോയതാ. അപ്പോൾ അവിടെ ഈ ബീട്രൂട്ടും ക്യാരറ്റും മുസമ്പിയൊക്കെ കൊടുക്കുന്ന ഒരു ജ്യൂസ് കടയുണ്ട്. അവിടെ നിന്ന് ഞാൻ ബീട്രൂട്ട് ജ്യൂസ് വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ഹാഫ് മതിയെന്ന് റീച്ചാനോട് പറഞ്ഞു, ഫുള്ള് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഫുള്ളെന്ന് പറയുന്നില്ല, പിടിയുള്ള വലിയ ഗ്ലാസ് ഉണ്ടല്ലേ അതിൻ്റെ അകത്താണ്. ആപ്പിൾ പൈസേ ഒരു സ്ട്രോബെറി 50 രൂപ. वो अंदर कुछ नहीं रहेगा, नीचे हॉलो रहेगा। ना ना ये नीचे कट्टा है वाला वो नहीं सूखा है नीचे वहां रहेगा कब डालेगा ले हां ना है साथ को रास्ते में 30 रुपए डालो इधर रहेगा. അപ്പോൾ ആപ്പിൾ ചോദിച്ചോണ്ട കിലോ 160 രൂപ. പേരയ്ക്ക 80 70 പറഞ്ഞ 60 തന്നു. സ്ട്രോബെറി 50 രൂപ. പക്ഷേ അത് പീസൊന്നും അങ്ങനെ ഒരു 5-8 പീസേ കാണത്തുള്ളൂ. മുകളിൽ നല്ല വലിയ ആയിരുന്നു, അടിയിൽ ചെറുതായിരുന്നു. പക്ഷേ ഭയങ്കര പുളിപ്പനായിരുന്നു, പഴുത്തില്ലായിരുന്നു ചൊവ്വിന്. പിന്നെ ഞാൻ ഈ പേരയ്ക്ക ആപ്പിളും ഒക്കെ ഒന്ന് വിനാഗിരി ഉപ്പൊക്കെ ഇട്ടൊന്ന് കുറേ നേരമായി വെള്ളത്തിൽ ഇട്ടിട്ട് അതൊന്ന് കഴുകി എടുക്കട്ടെ. ആപ്പിളിൻ്റെ മുകളിലൊക്കെ ഇത്തിരി വെള്ള പോലുണ്ട്. അത് കൈ കൊണ്ട് ഞെവിടി കഴുകി അത് മാറ്റണം. അപ്പോൾ സ്ട്രോബെറി ഞാനൊന്ന് കഴുകി വെച്ചു. എന്നിട്ട് വൈകിട്ട് ഇപ്പം സൺഡേ എല്ലാവരും ഉണ്ടല്ലേ, ഒരു സ്നാക്സ് ഞാൻ കഴിഞ്ഞ ദിവസം ബീഫ് കടയിൽ പോയിട്ട് ഞങ്ങൾ ഇച്ചിരി കീമ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു ഇങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട്. ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ എടുത്തു. എഡിറ്റ് ചെയ്യാൻ നോക്കിയോണ്ടേ അതിൻ്റെ അകത്ത് മൊത്തം ഒരു വിധത്തിൽ അത് എഡിറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ കുറച്ച് കട്ട്ലേറ്റ് ഞാൻ ഉണ്ടാക്കിയുള്ളായിരുന്നു, ബാക്കി എടുത്ത് ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെച്ച്. എന്നിട്ട് ഞാനിപ്പോൾ അത് ഇന്നെന്നാൽ സൺഡേ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് എടുത്തതാണ്. ഇപ്പോൾ അന്നേരം ബ്രെഡ് ക്രംസിന് വേണ്ടി ഞാൻ കുറച്ച് ബ്രെഡൊക്കെ ഒന്ന് പൊടിച്ചെടുത്ത്. ഞാൻ ഇന്നാളി ഒരു ദിവസം കാണിച്ചില്ലേ ബ്രെഡ് ക്രംസ് ഞാൻ വറുത്തൊക്കെ എടുത്തത്. ഇന്ന് ഞാനങ്ങനെ വറുത്തൊന്നുമില്ല, അതേ പിന്നെ ബ്രെഡ് എടുത്ത് പൊടിച്ചത് അത് തന്നെ ഇപ്പോൾ അങ്ങ് ചെയ്യുക. ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നാളി ഞാൻ ഇങ്ങനെ ഷോർട്ട് വീഡിയോ ഇട്ടാണെങ്കിൽ ഓമനാൻ്റി ചോദിച്ചായിരുന്നു, നിങ്ങൾ മഞ്ഞ എടുക്കുമോ? ഞങ്ങൾ മഞ്ഞ എടുക്കാറില്ല, വെള്ള മാത്രമേ എടുക്കത്തുള്ളൂ. ഞാനും ആ മഞ്ഞ ഇരുന്നെന്തോ ചെയ്യാനാണെന്നും പറഞ്ഞ് സാധാരണ വെള്ള എടുക്കത്തുള്ളൂ മിക്ക ആൾക്കാരും. ഞാനത് കളയണമെന്ന് പറഞ്ഞ് അതുകൂടെ അങ്ങ് പൊട്ടി ഞാൻ ഇട്ടങ്ങ് കലക്കി എടുത്തതാണ്. മഞ്ഞ വേണ്ടെങ്കിൽ മഞ്ഞ എടുക്കണ്ട കേട്ടോ. ഞാനിത് ചെയ്തതെന്ന് പറയുന്നത് കീമ കൊണ്ടുവന്നത് ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയിട്ട് ഇത്തിരി സവാളയും പച്ചമുളകും ഇഞ്ചിയും ഇതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം അത് നമ്മുടെ ബീഫ് കൂടെ അതിൻ്റെ അകത്തിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്ത് വഴറ്റി കുറച്ചൊന്ന് ഉപ്പൊക്കെ ഇട്ടൊന്ന്. അത് കഴിഞ്ഞിട്ട് ഉരുളൻകിഴങ്ങ് കൊണ്ടുപോയി സെയിം അന്ന് ഞാൻ സോയ ചങ്ക്സിൻ്റെ ചെയ്തില്ലേ അതുപോലെ. അപ്പോൾ എന്നിട്ടിപ്പം ഇങ്ങനെ അന്ന് ഞാൻ സിലിണ്ടർ, ഇവന്മാർക്കൊക്കെ സിലിണ്ടർ ഷേപ്പിലാണ് ഇഷ്ടം. ഞാൻ ഇതിലൊരു 5-6 ഉള്ള ഒരു എങ്ങനെയാലും ഞാൻ 10 എണ്ണം ആക്കി, ഒരാൾക്ക് 2 എണ്ണം ആക്കത്തക്ക വിധത്തിൽ. പക്ഷേ ബാക്കിയൊക്കെ ഞങ്ങൾ അന്ന് ഉണ്ടാക്കി ഇത്രയായിട്ട് വെച്ചിരുന്നതാണ്. ഇപ്പം ഞാനിതൊന്നിങ്ങനെ ഉരുട്ടിയിട്ട് ഇതേ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഷേപ്പ് ആയതുകൊണ്ട് അത്ര ഒത്തിരി പിന്നെ അന്നത്തേൻ്റെ അത്രയും സിലിണ്ടർ ഷേപ്പിൽ ഉണ്ടാക്കുന്നതിൻ്റെ അത്രയും എണ്ണ ഇങ്ങനെ ആകുമ്പം വേണ്ട, ഇതങ്ങ് മുങ്ങിക്കിടന്നോളൂ. ഞാൻ 3 എണ്ണം വെച്ചുണ്ടാക്കി. പക്ഷേ ഇത് ഒത്തിരി അങ്ങ് ഡാർക്ക് കളറായില്ല, നല്ല ഇതായിട്ടാണ് വന്നത്. പക്ഷേ ഇതിലിത്തിരി ഡാർക്ക് കളർ പോലെ തോന്നുന്നുണ്ട്. അതെന്തോ അതാ പടപട എണ്ണ കേൾക്കുന്നേ. ഞാൻ കൈ കഴുകി ഞാനിതെല്ലാം ഉരുട്ടിയിട്ട് പോയി കൈ കഴുകിയിട്ട് ഒന്ന് തുടച്ച കൈ, എന്നാലും ആ തവിക്കകത്ത് പിടിച്ചപ്പോഴേ തവി കൂടെ ഊറി വെള്ളം തവിയുടെ അകത്ത് വരെ ചെന്നു. അങ്ങനെ സൗണ്ട് കേട്ടതാ. ഞാൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഇത്രയും കളറ് ഇതില്ല കേട്ടോ, ബ്ലാക്ക് കളറായിട്ടില്ല, ഇത്തിരിയും കൂടെ കളറുണ്ട് ഇതിന്. അപ്പോൾ അതിനുശേഷം പിന്നെ ചായ കുടി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വന്ന് ഉടനെ അരി അരച്ച് വെച്ചായിരുന്നു അപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇപ്പം കണ്ടത് നന്നായിട്ട് ഞാൻ ഈസ്റ്റ് ചേർത്തു. കാരണം ഇപ്പം പെട്ടെന്ന് ഉണ്ടാക്കേണ്ടതായതുകൊണ്ട് ഈസ്റ്റ് ചേർത്തു.
നാളത്തെ കൂട്ട്. അപ്പം ഞാനതൊന്ന് ഉപ്പൊക്കെ ഇട്ടൊന്ന് ഇളക്കിയെടുക്കട്ടെ. അപ്പം വന്നതിന് ശേഷമാണ് ഞാനിത് അരച്ച് വെച്ചത്. ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്തങ്ങ് വെച്ചു. അപ്പം ഡാഡി പറഞ്ഞു എനിക്ക് രാത്രി ഒന്നും വേണ്ട, ഞങ്ങൾ വന്ന വഴിക്ക് പിന്നെ ഉഴുന്നുവടയും വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നേ. കാരണം അവിടെ പാവും ബുർജി ആയതുകൊണ്ട് പോളും കഴിച്ചില്ല, ഞാനും അങ്ങനെ കഴിച്ചില്ല. അപ്പം ഞങ്ങൾ വന്ന വഴിക്ക് പിന്നെ ഉഴുന്നുവട വാങ്ങിച്ചുകൊണ്ട് വന്ന് ഉഴുന്നുവടയും തിന്ന് പിന്നെ ഇതും വൈകിട്ടുണ്ടാക്കിയായിരുന്നു. അപ്പം ഡാഡി പറഞ്ഞു എനിക്കിനിയും രാത്രി ഒന്നും വേണ്ടാന്ന്. ഞാൻ പറഞ്ഞു അപ്പം ഉണ്ടാക്കുന്നത് ഒരെണ്ണമെങ്കിലും കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു വേണ്ട, വയറൊക്കെ ഫുള്ളായിട്ടിരിക്കുക, രാത്രിയിൽ ഒരു ഗ്ലാസ് പാല് മതിയെന്ന്. അതൊന്നും വേണ്ടാന്ന്, ഡയറ്റിങ്ങാണ്. അപ്പം ഞാനിങ്ങനെ ചുട്ടെടുക്കട്ടെ ഇനി എളുപ്പേ. ഇതിനോട് കറി എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് സമയം ഉണ്ടായത് കൊണ്ട് ഇച്ചിരി മസാല ഞാൻ ഉണ്ടാക്കി വെച്ച്. ഞാൻ ഇന്നാൾ ചിക്കൻ ഉണ്ടാക്കില്ലേ, കുറച്ച് സവാള ഇതെല്ലാം നമ്മൾ ഈ ചിക്കനും ബീഫൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെ ഒരു മസാല. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതിനെ നമുക്ക് മുട്ടക്കറിക്ക് വേണേൽ എടുക്കാം, പിന്നെ കടലക്കറിക്ക് വേണേൽ എടുക്കാം, ഉരുളൻകിഴങ്ങിന് അങ്ങനെ എന്തിനാ വേണേലും നമുക്ക് എടുക്കാം. അതുകൊണ്ട് ഇച്ചിരി ഞാൻ ലോട്ടുണ്ടാക്കി വെച്ച്. അപ്പോൾ അതുണ്ട്. പിന്നെ ഇച്ചിരി കുറച്ച് ബീഫിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അത് വേവിച്ചതാണ്. അതും 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയതും എല്ലാം കൂടെ ഇപ്പം വൈകിട്ട് എങ്ങനെയും ഒന്ന് തട്ടിമുട്ടി നിൽക്കണം. എല്ലാം കൂടെ ചേർത്ത് ഇത്തിരി ബീഫിൻ്റെ കറിയുടെ ഇതുണ്ടായിരുന്നു. പിന്നെ ഈ ഉരുളൻകിഴങ്ങും ഈ മസാലയും കൂടി ഇച്ചിരി ഇട്ട് ഒരു കറി ഉണ്ടാക്കി. ഞാൻ വൈകിട്ട് പിന്നെ വന്നിട്ടാണ് തുണികളൊക്കെ കഴുകിയത്. എന്നും തുണികൾ കഴിവൊക്കെ ഉണ്ടല്ലേ. ഈ എന്നും സൺഡേ പോയിട്ട് വരുമ്പോഴേ ഒരു ഭയങ്കര ക്ഷീണമാണ് എനിക്ക്. എന്നാലും നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഞാൻ വൈകിട്ടത്തേക്കിന് അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും ചെയ്തിട്ട് പോകണം. ഒരു യാത്ര കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ചെയ്യാനുള്ളത് ചെയ്തേലല്ലേ ഒക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ പിന്നെ രാവിലെ അരി ഓറത്ത് ഞാൻ എടുത്ത് വെളിയിൽ ഇങ്ങനെ വെച്ച് ഇട്ട കാണത്തക്ക വിധി. ഞാൻ പറയാൻ എനിക്ക് ഓർമ്മ കുറവ് കൂടുതലാണ്, അതുകൊണ്ട് കാണത്തക്ക വിധി വെച്ചിട്ടൊക്കെയാണ് പോയത്. അപ്പം ഞാൻ ആ മസാല ഞാൻ ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് പെട്ടെന്ന് കറി ഉണ്ടാക്കാം. അതിൽ നിന്ന് 1 സ്പൂൺ മസാല എടുത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം 2 ഉരുളൻകിഴങ്ങ് ഞാൻ കുക്കറിലൊന്ന് വേവിച്ചായിരുന്നു. അപ്പോൾ അതുകൂടെ ഒന്ന് അരിഞ്ഞിത് ഇട്ടിട്ട് ഇളക്കിയിട്ട് പിന്നെ ഇച്ചിരി ബീഫുണ്ട്. അപ്പം ബീഫും ഉരുളൻകിഴങ്ങും എല്ലാം കൂടെ ആയണേ ഒരു കറിയായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി കൊഴുപ്പിന് വേണ്ടി ഒരു 1/2 ടേബിൾ സ്പൂൺ കടലമാവ് കലക്കി ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നുണ്ട്. അപ്പം കറിക്ക് ഒരു ഇത്തിരി കൊഴുപ്പ് കിട്ടും. ഒത്തിരി ചേർക്കരുത്, അഥവാ താല്പര്യമുള്ളവർ ചേർത്താൽ മതി. ഇത് ബീഫാണ്, പക്ഷേ അതങ്ങ് നന്നായി വെന്ത് പോയി. ഞാൻ എന്തോ ഇതെന്നോ ഇത് ഇത്തിരി വേവുന്നതായിരുന്നു. വിസിലടിച്ചിട്ട് ചെറിയ തീയിൽ അവിടെ കിടന്നിരുന്നു. ഓഫാക്കാൻ മറന്നുപോയി. എൻ്റെ ചിന്ത ഞാൻ ഓഫാക്കിയെന്നാണ്, പക്ഷേ ചെറിയ തീയിൽ അവിടെ കിടന്ന് അതങ്ങ് നന്നായി അങ്ങ് വെന്ത്. കടലമാവ് ഇല്ലാത്തവർക്ക് തേങ്ങ ചേർക്കാൻ വേണേൽ തേങ്ങ പാല് ചേർക്കാം. അപ്പം അന്നേരം കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. എനിക്ക് ഇച്ചിരി തേങ്ങ തിരുമ്മി അരയ്ക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങ് മടിയായിപ്പോയി. ഇത് ഉണ്ടാക്കിയത് തന്നെ വയ്യാതെ ഉണ്ടാക്കി. ഞാൻ പറയല് അല്ലെങ്കിൽ ഈ യാത്രയൊന്നും ചെയ്തില്ലെങ്കിൽ എനിക്ക് നല്ല ത്രില്ല് പോലെ ഞാൻ ഇന്ന് ചെയ്യും. പക്ഷേ എത്രയും പോയിട്ട് വരുമ്പോഴത്തേക്കിന് എനിക്കൊരു വല്ലാത്ത ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഉണ്ടാക്കിയപ്പം ചൂടോടെ പിന്നെ പോൾമോൻ ഇവിടെ ഉണ്ടായിരുന്നു. അവൻ താഴെ കളിക്കാനൊന്നും പോയില്ല. പ്രൈസിനും റീച്ചാനൂടെ പോയി. പിന്നെ അവനങ്ങ് കൊടുത്തു. പിന്നെ അവർ വരാറായണേ അവർക്കും പിന്നെ ഞാൻ ചൂടുണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.